കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. സങ്കീർത്തന പുസ്തകത്തിലുള്ള വായന 26-ാം അധ്യായം 2-ാം തിരുവചനം. സ്തുതികളിൽ വാഴുന്ന ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകിയവൾ മറിയമാണ്. അവളുടെ സ്തോത്രഗീതം മുഴുവൻ തമ്പുരാനുള്ള സ്തുതിപ്പുകളായിരുന്നു. തൻ്റെ മകനെ അവൾ നിത്യവും പറഞ്ഞ് പഠിപ്പിച്ചത് സ്തുതിച്ച് പ്രാർത്ഥിക്കാനാണ്. ഏലിയാവ് വിധവയുടെ മകനെ ഉയർപ്പിച്ചത് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്തുവും സ്തുതിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ഒടുവിലത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അവൻ സ്തോത്രഗീതം ആലപിച്ച് ഒലിവ് മലയിലേക്കും സെഹിയോൻ മാളികയിലേക്കും പോയി എന്നാണ് തിരുവചനം. ഓരോ അത്ഭുതവും അവൻ ചെയ്യും മുൻപ് കുറേ അധികം നേരം ആബാ പിതാവിനെ വാഴ്ത്തിപ്പാടുമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് പ്രവാചകന്മാരെന്നറിയപ്പെടുന്ന ഡൊമിനിക് അച്ഛനും വട്ടായിൽ അച്ഛനും എല്ലാം എന്നെ പഠിപ്പിച്ചത് സ്തുതിപ്പിൻ്റെ അത്ഭുത ശക്തി തന്നെയാണ്. ധ്യാന സമയങ്ങളിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാനാൻകാരിയെ പോലെയും തടവറയിൽ കിടന്ന് സ്തുതിച്ച് പൗലോസിനെ പോലെയും നമുക്കും സ്തുതിപ്പിൻ്റെ സംസ്കാരം തുടങ്ങാം. നമ്മളുടെ എല്ലാ ആവശ്യങ്ങളിലും മറിയത്തെ ആശ്രയിക്കുക. നിങ്ങളുടെ സഹായത്തിനായി അവളെ വിളിക്കുക. കാരണം അവൾ എല്ലാത്തരം ആവശ്യങ്ങളിലും നമ്മളെ സഹായിക്കണം എന്നതാണ് ദൈവഹിതം. സ്തുതിപ്പിൻ്റെ സംസ്കാരം കൊണ്ടുവന്ന മറിയം സ്തുതിപ്പിൻ്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. അതനുസരിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ സജീവമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.